വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. തെരുവിലെ മക്കളുടെ ആശാകേന്ദ്രമായി ആകാശപ്പറവുകൾ. തെരുവിലെ മക്കളുടെ ആശാകേന്ദ്രമായി മാറുകയാണ് ആകാശപ്പറവുകൾ. മലയാറ്റൂർ പള്ളിക്കടുത്ത് പുഴയോരത്ത് വാങ്ങിച്ച 1.5 ഏക്കർ സ്ഥലം ഫാദർ ജോർജ് കുട്ടികൾ MCBS സഭയിലെ അച്ഛന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കണ്ട് ആ സ്ഥലം സുപ്രീം കോടതി ജഡ്ജി കുര്യൻ ജോസഫ് ആകാശപ്പറവുകളുടെ ഭവനം തുടങ്ങാൻ സംഭാവന ചെയ്യുകയായിരുന്നു. ആരും ആശ്രയമില്ലാതെ റോഡിൽ അലഞ്ഞു നടക്കുന്നവർക്കായി ഈ ഭവനം തുടങ്ങിയത് പൊതുജനങ്ങളുടെ സംഭാവനയിലാണ്. ഈ ഭവനത്തിലാണ് ഇപ്പോൾ 75 പേർ താമസിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അലഞ്ഞു തിരിഞ്ഞ് ഭക്ഷണം കിട്ടാതെ കിടക്കുന്നവരെ ഇവിടേക്ക് എത്തിച്ചാൽ അവരെ കുളിപ്പിച്ച് നല്ല ഭക്ഷണം നൽകി കാലടി പോലീസ് സ്റ്റേഷനിൽ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകി സ്റ്റേഷനിൽ ഹാജരാക്കി പോലീസിന്റെ അനുവാദത്തോടെ ആകാശപ്രഭ ഭവനത്തിൽ താമസിപ്പിക്കും. വീട്ടുകാർ അന്വേഷിച്ചു വന്നാൽ പോലീസിന്റെ അനുവാദത്തോടെ വീട്ടുകാരുടെ കൂടെ പറഞ്ഞേക്കുമെന്ന് ഡയറക്ടർ സാംസൺ അപ്പൻ അച്ഛൻ പറഞ്ഞു. ഇന്ന് താണിക്കപ്പറമ്പൻ ജോസേട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് അവരുടെ കുടുംബാംഗങ്ങൾ ഇവിടെ വരികയും അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടെയുള്ള 75ഓളം മക്കൾക്ക് അവർ തന്നെ വന്ന് ഭക്ഷണം വിളമ്പി കൊടുത്ത് അവരുടെ കുടുംബക്കാർ അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു. അതിന് 10,000 രൂപയാണ് അവർക്ക് ചിലവായത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിങ്ങളുടെ നിങ്ങളുടെ ബന്ധുക്കളുടെ മരണവാർഷികമായിരിക്കാം, നിങ്ങളുടെ വിവാഹ വാർഷികമായിരിക്കാം, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കാം, മറ്റെന്ത് ആഘോഷം ഉണ്ടായാലും നിങ്ങൾക്ക് നല്ല മനസ്സോടുകൂടി ഈ മക്കൾക്കും കൂടി നിങ്ങളുടെ ഒരു പങ്ക് ഇവരുമായിട്ട് പങ്കുവയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹമായിരിക്കും. വിശുദ്ധ ബൈബിൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങൾ അത്താഴ്മ വിരുന്നോ സൽക്കാരമോ നടത്തുമ്പോൾ ധനികരായ അയൽക്കാരെയോ നിങ്ങളുടെ സ്വന്തക്കാരെയോ മാത്രം ക്ഷണിക്കരുത്, മറിച്ച് നിങ്ങൾക്ക് തിരിച്ചു തരാൻ കഴിവില്ലാത്തവർക്ക് കൊടുക്കുവിൻ. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിന് വലിയ അനുഗ്രഹമായിട്ട് അത് മാറും. ഇവിടെ കടന്നു വരുന്നവർ അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്ക് കിട്ടിയതായിട്ട് പലപ്പോഴും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ ആഘോഷങ്ങളും ഈ മക്കളെ ഓർക്കണമേ എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ജോർജ് കട്ടപ്പക്കാട് എല്ലാ ദിവസവും ഇവർക്കായി ദിവ്യബലി അർപ്പിക്കും. തൃശൂർ മെന്റൽ ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ രാജേഷാണ് ഇവരുടെ ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്നത്. നെയ്സ് സൗജി ടോം ഇവർക്കായി നഴ്സിംഗ് ജോലി നോക്കുന്നുണ്ട്. എല്ലാ സർവീസുകൾക്കും നേതൃത്വം നൽകുന്നത് ബെനഡിക്ട് അപ്പനാണ്. ഫെമിൽ ബോസ് മറ്റ് സഹായങ്ങൾ നൽകുന്നു. പൊതുജനങ്ങൾ അവരുടെ വീട് മാറ്റം, മരണവാർഷികം, വിവാഹം, ജന്മദിനം, വിവാഹ വാർഷികം, തിരുനാൾ തുടങ്ങി വീടുകളിൽ ഉണ്ടാകുന്ന എല്ലാ വിശേഷങ്ങൾക്കും 10,000 രൂപ സ്ഥാപനത്തിൽ കൊടുത്ത് 75 പേർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അവിടെ വീട്ടുകാർ ഭക്ഷണം കഴിക്കും. കൂടാതെ താല്പര്യമുള്ളവർ അവരുടെ അക്കൗണ്ടിൽ ചെക്ക് പണം അയച്ച് കൊടുക്കാറുണ്ടെന്നും ഡയറക്ടർ സാംസൺ അപ്പൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാലടി.